നീ ഒരുത്തൻ കാരണാ ഈ കുടുംബത്തിന് ഇത്രയും പേരുദോഷം ഉണ്ടായത്. ഇനി ഒരു നിമിഷം നിന്നോട് കണ്ടുപോരുത്. എവിടേക്കാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കോണം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വീട്ടിലേക്ക് എത്തിയ ജോണിയോട് അപ്പൻ സെബാസ്റ്റ്യൻ ഹൃദയം പൊട്ടിയാണത് പറഞ്ഞത്. എല്ലാം കേട്ടുകൊണ്ട് അയാൾക്ക് പുറകിലെ അനിയൻ ടോണിയും പെങ്ങൾ ടീനയും അമ്മച്ചി സിസിലിയും വിറങ്ങലിച്ച് നിൽപ്പുണ്ട്. അയാളുടെ വാക്കുകൾ ജോണിയുടെ ഹൃദയത്തിലേക്ക് ചാട്ടുളി പോലെ ആഴ്ന്നിറങ്ങി. അപ്പച്ച, ഞാനൊരു തെറ്റ് ചെയ്തില്ല അപ്പച്ച. അവൻ തന്നെ ഭാഗം പറയാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ അനിയൻ ചെക്കൻ സമ്പാദിക്കുന്നുണ്ടാ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നിനക്ക് താഴെ ഒരു പെങ്കൊച്ചു കൂടി ഈ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. നീ ആയിട്ട് അവരുടെ ഭാവി ഇല്ലാതാക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എവിടേക്കെങ്കിലും പോയിക്കോ. ചോദിക്കുന്നവരോട് നീ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു തീർന്നു അയാൾ ആ വീടിന്റെ വാതിൽ അവന് മുമ്പിൽ കൊട്ടിയടച്ചു. സാധാരണ അയാൾ വഴക്ക് പറയാറുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായി മനസ്സിൽ കൊണ്ട് ഇതാദ്യമായിട്ടായിരുന്നു. അതൊക്കെ ജോണി ലാഘവത്തോടെയായിരുന്നു ഇതുവരെ കണ്ടത്. പക്ഷേ ഇന്ന് ആ വാക്കുകൾ അവനെ വല്ലാതെ തളർത്തി. ഉടുത്തിരുന്ന മുഷിഞ്ഞ വേഷത്തോടെ തലകുനിച്ച് അവൻ ഇരുളിൽ നടന്നു നീങ്ങി. സ്കൂൾ അധ്യാപകനായിരുന്നു സെബാസ്റ്റ്യൻ. നല്ല അച്ചടക്കത്തോടെ തന്നെയാണ് 3 പേരെ അയാൾ വളർത്തി വലുതാക്കിയത്. ജോണിക്ക് പണ്ടേ പഠിപ്പിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല അത്യാവശ്യം പ്രശ്നങ്ങളും ചെന്ന് ചാടും. ഒരുപാട് തിരുത്താൻ നോക്കിയെങ്കിലും അയാളും ജോണി 2 വശങ്ങളിലായിരുന്നു. പലരും നിർത്തിയിട്ട് യാതൊരു ജോലിക്കും പോവാതെ അവനങ്ങനെ അലഞ്ഞ് നടന്നു. അനിയൻ ടോണി നേരെ തിരിച്ചു. അവൻ നന്നായി പഠിച്ച് നല്ല ജോലിയും നേടി. പെൻഷനായ സെബാസ്റ്റ്യനെയും കുടുംബത്തെയും മുന്നോട്ട് നയിക്കുന്ന ടോണി ഒരുത്തനായിരുന്നു. ജോണി എല്ലാവർക്കും നല്ലൊരു ഉപകാരിയാണ്. ഏതു വലിയ പ്രശ്നങ്ങളിൽ ന്യായമായി ഇടപെടും. ഒടുക്കം എല്ലാ കുറ്റങ്ങളും അവനുമേൽ അറിയാതെ വന്നുവിടും. അന്നൊരു ദിവസം അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന ഭാസ്കരേട്ടൻ്റെ മോൾ സുകന്യയെ കയറി പിടിച്ച രാജേഷിന്റെ 2 കാലം തല്ലിയൊടിച്ചാണ് ജോണി ആദ്യമായി ജയിലിലേക്ക് പോകുന്നത്. ആദ്യമൊക്കെ നാട്ടുകാർ ജോണിയെ വാഴ്ത്തിയെങ്കിലും പിന്നീട് ആരും കൂടെ നിന്നില്ല. സ്കൂളിലെ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്ന സുനിയുടെ പള്ളക്ക് പിച്ചാത്തി കയറ്റി ഒരു വട്ടം കൂടി അവൻ ജയിലിലേക്ക് എത്തി. അപ്പോഴേക്കും നാട്ടിൽ അവനൊരു അസല് തെമ്മാടിപ്പട്ടം നൽകിയിരുന്ന നാട്ടുകാർ. ചെയ്യുന്നതൊക്കെ നന്മയാണെങ്കിലും എന്നും പേരുദോഷം മാത്രമായിരുന്നു അവന് ബാക്കി. ഇതിപ്പോൾ പള്ളിപ്പെരുന്നാളുടെ ഗാനമേളയ്ക്ക് ഗ്യാങ് തിരിഞ്ഞുള്ള അടിപിടിയിലാണ് വീണ്ടും അറസ്റ്റ് ചെയ്ത്. അതിൽ 2 കൂട്ടർക്കിടയിലെ മധ്യസ്ഥനായിരുന്നു ജോണി. പക്ഷേ സ്ഥലത്തെത്തിയ പോലീസുകാർ ആദ്യം പൊക്കിയത് ജോണിയെയും. ഈ അടുത്തായി ആ വീട്ടിൽ ആരും ജോണിയോട് മിണ്ടാറില്ലായിരുന്നു. ടീനയ്ക്ക് വന്ന 2 ആലോചനയും മുടങ്ങിയത് അവൾ ജോണിയുടെ പെങ്ങളായതുകൊണ്ട് മാത്രമായിരുന്നു. ഒരിക്കൽ സെബാസ്റ്റ്യൻ സിസിലിയോട് അമർഷത്തോടെ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു: ഡേ, അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇതുങ്ങളുടെ ജീവിതം കൂടെ നശിക്കും. നമുക്ക് അവനെ കൊന്നാലോടി. പെറ്റ വയറിനെ നോവറിഞ്ഞുകൊണ്ട് മാത്രം സിസിലി അന്ന് അയാളെ വിലക്കി. പുറത്ത് വരാന്തയിലായിരുന്നു ഇന്ന് ജോണിയുടെ സ്ഥാനം. നേരം വൈകി തോന്നും പോലെ വരുന്ന ജോണിക്ക് ഒരു പാത്രത്തിൽ ചോറും കറിയും വരാന്തയിൽ എടുത്തു വെക്കും സിസിലി. ഒരു തെരുവ് പട്ടിയുടെ സ്ഥാനം പോലും വീട്ടിലാരും നൽകുന്നില്ലെന്ന് അറിഞ്ഞിട്ടും അവൻ ഇന്ന് ഒരു പട്ടിയെ പോലെ ആ വീടിനെ കാവൽ നിൽക്കും. പക്ഷേ ഇന്ന് അവരുടെ മനസ്സിൽ നിന്ന് പോലും താൻ മരിച്ചെന്ന ബോധ്യം അവനെ തെരുവിലെ പീഡികത്തിണ്ണയിലേക്ക് എത്തിച്ചു. പിറ്റേ ദിവസം മുതൽ ആരും ജോണിയെ കണ്ടില്ല. ആരും അന്ന് തൊട്ട് അങ്ങനെ ഒരാളെ ഓർക്കുക പോലും ചെയ്തില്ല. മാസങ്ങൾ കടന്നുപോയി. ടീനയുടെ കല്യാണവും ടോണിയുടെ കല്യാണവും ഒരേ പന്തിൽ വെച്ച് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അപ്പോഴും ആരും ജോണിയെ തിരക്കിയിരുന്നില്ല. ജോണിയുടെ തിരോധാനം അവർക്കൊക്കെയും സന്തോഷവും ആശ്വാസവുമായിരുന്നു. സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ ദിനങ്ങൾ തള്ളി നീക്കുന്നതിനിടയിലാണ് ആ കുടുംബത്തിൽ വലിയൊരു ദുരന്തമുണ്ടായത്. അവരുടെ ആശ്രയമായ ടോണിക്ക് മാരകമായ കിഡ്നി രോഗം പിടിപെട്ടു. 2 കിഡ്നിയും മുഴുവനായി നശിച്ച അവസ്ഥയിലാണെന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞപ്പോൾ തകർന്നു പോയതൊരു കുടുംബം മുഴുവനുമായിരുന്നു. അടിയന്തരമായൊരു കിഡ്നി മാറ്റിവെക്കിയല്ലാതെ മറ്റൊരു വഴി അവർക്ക് മുമ്പിലില്ലായിരുന്നു. എല്ലാ വഴികളും അടഞ്ഞ് ടോണി മരണത്തെ മുന്നിൽ കണ്ട് ദിനങ്ങൾ എണ്ണി. ഒരു ദിവസം പ്രതീക്ഷിക്കാതെ ഹോസ്പിറ്റലിൽ നിന്നും വന്നൊരു കോള്. ടോണിയെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നും കിഡ്നി നൽകാൻ തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്നുമായിരുന്നു വിവരം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ടോണി ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്തു. നീണ്ട നേരത്തെ ഓപ്പറേഷന് ശേഷം സന്തോഷകരമായ ആ വാർത്ത കേട്ടു. ടോണി പൂർണ്ണമായ അപകടം തരണം ചെയ്തിരിക്കുന്നു. പക്ഷെ മറ്റൊരു വാർത്തയും കൂടെ ഉണ്ടായിരുന്നു. കിഡ്നി നൽകിയ ആളുടെ മരണം. സർജറിയിൽ പറ്റിയൊരു കയ്യബദ്ധം ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരുന്നു. യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ തന്റെ മകന്റെ ജീവിതം രക്ഷിച്ച് സ്വയം മരണം വരിച്ച ഹതഭാഗ്യനെ വൈകാതെ തന്നെ സെബാസ്റ്റ്യൻ തിരിച്ചറിഞ്ഞു. അത് ജോണിയായിരുന്നു. ഒരു വിതുമ്പലോടെ അയാൾ അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞു. അയാളെ പിടിച്ചു മാറ്റാനെന്നോണം ഡോക്ടർ അയാൾക്കരികിലെത്തി. ഉടനെ കോപത്തോടെ ഡോക്ടറുടെ കോളർമിൽ കയറി പിടിച്ചാൽ പുലമ്പി. ഒരു വാക്കിനോട് പറയായിരുന്നില്ലേ ഡോക്ടറെ? ഇതിപ്പോൾ എൻ്റെ മോനെ നിങ്ങൾ കൊന്നില്ലേ? ഞാൻ ഒരുപാട് പറഞ്ഞതാ, പക്ഷെ അയാൾ കൂട്ടാക്കിയില്ല. ഒരു കാരണവശാലും സർജറി കഴിയും മുമ്പ് നിങ്ങൾ അറിയിക്കരുതെന്നും അറിഞ്ഞാൽ നിങ്ങൾ കിഡ്നി വേണ്ടെന്ന് പറയുമെന്നാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത്. എല്ലാം കഴിയുമ്പോൾ പറയാമെന്നായിരുന്നു, പക്ഷെ പറ്റിയില്ല. അയാളെ രക്ഷിക്കാൻ ഞങ്ങൾ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളുടെ മകന് 2 കിഡ്നിയും വെച്ചിട്ടുണ്ട്. സർജറിക്ക് മുമ്പേ അയാൾ അവയവദാനത്തിന് സമ്മതപത്രം ഒപ്പിട്ടിരുന്നു. ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കൂരമ്പ് പോലെ ആൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. പരിസരബോധം മറന്ന അയാൾ പുലമ്പി. ഞാൻ പറഞ്ഞല്ലേ, തെമ്മാടിയാ, തെമ്മാടിയാ കണ്ണിലേക്ക് കിടക്കുന്നത്, എന്നെ തോൽപ്പിച്ചിട്ട്.
അപ്പോഴേക്കും ഓടിക്കൂടിയ ആളുകൾ അയാളെ വട്ടം പിടിച്ച് മാറ്റിയിരുന്നു. ചില ജന്മങ്ങൾ അങ്ങനെയാണ്. നന്മകൾ ചെയ്യുമ്പോൾ അവർ ക്രൂശിക്കപ്പെടും. എത്ര തന്നെ നന്മകൾ ഉള്ളിലുണ്ടായാലും വീട്ടിലും നാട്ടിലും അവർ തെമ്മാടികളായി മുദ്രണം ചാർത്തപ്പെടും.